ആപ്കി അദാലത്തിൽ ബി.ജെ.പിയുടെ മേലുള്ള കുറ്റാരോപണം ബി.ജെ.പിയുടെ നേതാക്കന്മാർ നമ്മുടെ സേനയെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുധാംശു സാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറും മധ്യപ്രദേശിലെ ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ്, അതായത് വിജയ് ഷാ. അദ്ദേഹം കേണൽ ഖുറേഷിയെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതൊരിക്കലും ന്യായപ്പെടുത്താൻ സാധിക്കില്ല, നാണക്കേടായ കാര്യമാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ആരാണോ നമ്മുടെ സ്ത്രീകളുടെ കുങ്കുമം ഇല്ലാതാക്കിയത്, ഞങ്ങൾ അവരുടെ സഹോദരിമാരെ അയച്ച് അവരെ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. ഞാനിത് എതിർക്കുന്ന ഒരു പ്രസ്താവനയാണ്. പിന്നെ ഇതിന്റെ പേരിൽ അദ്ദേഹം ക്ഷമയും ചോദിച്ചു, വിഷമിച്ചു. എന്നാലും നീതിപീഠത്തിന്റെ രീതിയുണ്ടല്ലോ, എന്താണെങ്കിലും അത് നിയമത്തിന്റെ വഴിക്ക് നടക്കൂ. അതുകൊണ്ട് ഞങ്ങൾ... അല്ല, താങ്കൾക്ക് തോന്നിയില്ലേ ബി.ജെ.പി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒതുക്കി വെക്കണമെന്ന്? നോക്കൂ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹം മാപ്പും ചോദിച്ചു, അതിൽ വിഷമിക്കുകയും ചെയ്തു. പക്ഷേ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? എയർഫോഴ്സ് ഓഫീസേഴ്സിനെ കൊലപ്പെടുത്തിയ യാസിം മാലിക്കിനെ ക്ഷണിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവർക്ക് സമ്മാനം കൊടുത്തു. ഇന്ത്യൻ നേതാവിനെ സ്ട്രീറ്റ് റൗഡിയെന്ന് ആര് വിളിച്ചോ, അവരുടെ നേതാവായ സിദ് ബി.ജെ.പിയോട് മാപ്പ് ചോദിക്കാനും തയ്യാറായില്ല. അങ്ങേരുടെ പ്രസ്താവനയെ വിഡ്രോയും ചെയ്തില്ല. വിഡ്രോ ചെയ്തില്ല. ആര് ഹാഫീസിനെ സാബെന്ന് വിളിച്ചോ, ആര് ഒസാമയെ ജി എന്ന് വിളിച്ചോ, അതുമാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ആക്രമണത്തിൽ ആര് വീരമൃത്യു വരിച്ചോ അവരുടെ കുടുംബം മെഡൽ തിരിച്ചുകൊടുത്തു. കാരണം സുപ്രീം കോടതി അയാളെ ശിക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും അയാളെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയില്ല. അവരുടെ കണ്ണിൽ കണ്ണീര് വന്നില്ല. പക്ഷേ എൻകൗണ്ടർ ചെയ്ത കുറ്റവാളികൾക്ക് വേണ്ടി കരഞ്ഞു. സൈന്യത്തിന്റെ ധീരതയെപ്പറ്റി, സൈന്യത്തിന്റെ മര്യാദകളെക്കുറിച്ച് ഏത് രീതിയിലെല്ലാമുള്ള കാഴ്ചപ്പാട് ബി.ജെ.പിക്കും മോദിജിക്കുമുണ്ടോ? അതായത് അക്കാര്യത്തിൽ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അതെല്ലാം സമ്മതിക്കുകയാണ്. താങ്കൾ വിജയ് കാര്യത്തിൽ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, 2 wrongs to make a right. കോൺഗ്രസ് 1000 തെറ്റ് ചെയ്യട്ടെ, പക്ഷേ ബി.ജെ.പിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? നോക്കൂ, ഈ പ്രസ്താവനയെ എതിർത്തത് പാർട്ടി വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തത്. ഒരുപക്ഷെ മാപ്പ് ചോദിച്ചാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതിന്റെ വഴിക്ക് തന്നെ പോകും. ചോദ്യം ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് തീവ്രവാദിയെ മകളെന്ന് വിളിച്ചത്? ഇസ്രത് ജഹായെ എന്തുകൊണ്ടാണ് ഓപ്പണായി മകളെന്ന് പറഞ്ഞത്? പിന്നെ നിങ്ങളുടെ ഭരണസമയത്ത് ഇതിനേക്കാളും വലിയ തമാശ വേറെന്താണ്? കോൺഗ്രസിന്റെ ഭരണസമയത്ത് IB ഇസ്രത് ജഹാദിനെ തീവ്രവാദി എന്ന് വിളിച്ചു. CBIയും തീവ്രവാദി എന്നാണ് വിളിച്ചത്. CBI പിന്നീട് അവരുടെ സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്തു. പക്ഷേ IB ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്തില്ല. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ബ്യൂറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്രത് ജഹാദ് ഒരു തീവ്രവാദിയാണ്, എന്നിട്ടും അവരെ മകളേന്ന് വിളിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ വലിയൊരു മത്തങ്ങയെ ചോറിനകത്ത് പൂഴ്ത്തിവെക്കുന്ന പോലെയാണ്. അതൊരു നാണക്കേട് തന്നെയാണ്. മിലിട്ടറി, സൈനികർ, പിന്നെ കേണൽ ഖുറേഷി, പിന്നെ മൊത്തം കുടുംബത്തെയും, ഭാരത സൈന്യത്തിന്റെ പാരമ്പര്യത്തെ, ഭാരതീയ ജനതാ പാർട്ടിയെ എല്ലാ ഇന്ത്യക്കാരും മാനസികമായി അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ബി.ജെ.പി വിജയ് ഷായ്ക്കെതിരായിട്ട് അപ്പൊ തന്നെ ആക്ഷൻ എടുത്തിരിക്കണം. താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമല്ല. അല്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം, നിങ്ങൾ 2 കുറ്റാരോപണത്തെക്കുറിച്ച് പറയൂ, എന്നിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. നോക്കൂ, മറ്റൊരു നേതാവുമുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഇന്ത്യൻ സേന മോദിയുടെ മുന്നിൽ തല വണങ്ങണം എന്നുള്ളതാണ്. ഇല്ല, അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുമില്ല. അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് മിലിറ്ററിയെ ഞാൻ ബഹുമാനിക്കുന്നു, മോദിജിയെയും ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ ബി.ജെ.പി കൊടിയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേന നേടിയെടുത്ത വിജയം, അതായത് നമ്മുടെ പട്ടാളം നേടിയ വിജയം ഇവർ തട്ടിയെടുക്കാൻ നോക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതേ കോൺഗ്രസ്സാണ്. ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ അഭിപ്രായ സ്വാതന്ത്ര്യം സഹതാപത്തിന്റെ ചിഹ്നമായി മാറിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ അനുകൂലിച്ചുകൊണ്ട് ശ്രീനഗറിൽ നിന്ന് ലക്നൗ വഴി ഹൈദരാബാദിലേക്ക് പോകുന്നതിന്, അതായത് ആ യാത്രയെ വികാരത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ മിലിട്ടറിയുടെ അതിരുകടന്ന ആത്മവിശ്വാസത്തെ, അതിനെ ഇവർ മനഃപൂർവ്വം രാഷ്ട്രീയവൽക്കരിക്കുകയാണുണ്ടായത്. നിങ്ങൾ നോക്ക്, ഗാസയെക്കുറിച്ചുള്ള അവരുടെ ട്വീറ്റ് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന്? പിന്നെ ഗാസയിൽ ക്രൈം എഗനിസ്റ്റ് ഇമ്മ്യൂണിറ്റി, കൂടാതെ ബ്ലാസ്റ്റിംഗ്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നെ മിലിട്ടറിയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. ഒന്നല്ല, ധാരാളം ഡിബേറ്റ്സ് ഉണ്ട്. നിങ്ങൾ കേട്ടുനോക്കൂ. മിലിട്ടറിയുടെ ശക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 71 വാറിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ജഡ്ജിയുണ്ട്, അദ്ദേഹത്തെക്കാളൊന്നും എനിക്കറിയില്ല. പാരാട്രൂപ്പേഴ്സിനെ ആരാണ് ലീഡ് ചെയ്തത്? ഡാക്ക. അത് എത്ര വലിയ ഓപ്പറേഷനാണ്. ഡയറക്റ്റായി ഡാക്കയിലേക്ക് പാരാട്രൂപ്സിനെ അയച്ചു. ജനറൽ ജേക്കബ്. ആർക്കും പേര് പോലും പറയാൻ കഴിഞ്ഞില്ല. ഈസ്റ്റ് ഓഫ് ദി ഈസ്റ്റേൺ, നമ്മുടെ
ഈസ്റ്റ് കമാൻഡർ ജനറൽ ജഗദീഷ് സിംഗ് അറോറ അദ്ദേഹമാണ് സൈൻ ചെയ്തത്. അദ്ദേഹത്തിന് പേരില്ല, ജനറൽ ജേക്കബിന് പേരില്ല, സെയ്ദ് മനിഷായ്ക്ക് പേരില്ല. എല്ലാവർക്കും ഒരു പേര് മാത്രമേ അറിയൂ, ഇന്ദിരാഗാന്ധി. അതായത് അന്നെല്ലാം ഇന്ദിരാഗാന്ധിയാണ് ചെയ്തത്. ഇപ്പം മിലിറ്ററി ഞങ്ങൾ ഒന്നിനും അവകാശവാദം ഉന്നയിക്കില്ല. 3 കാര്യങ്ങളുണ്ട്. 2016 പ്രസ് കോൺഫറൻസ് ആരായിരുന്നു നടത്തിയത്? 2019 ആരാണ് നടത്തിയത്? എയർഫോഴ്സ്. 2025 ആരാണ് നടത്തിയത്? രാജ്യത്തിന്റെ 2 പെൺമക്കൾ, 2 ഓഫീസേഴ്സ്. സോ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുകയല്ല, മിലിറ്ററിയാണ് ചെയ്തത്. ഞങ്ങൾ അതിനെ അഭിനന്ദിച്ചു. മിലിറ്ററി ചെയ്തതിന് ഞങ്ങൾ അഭിനന്ദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. രാഷ്ട്രീയം കളിക്കുന്നത് അവരാണ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പൊ അവര് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ എല്ലാ ക്രെഡിറ്റും മോദി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അതായത് മോദിജിയുടെ ഭരണസമയത്ത് സൈന്യത്തിന്റെ ശക്തി കൂടിയിട്ടേയുള്ളൂ, മാനസിക ശക്തിയും കൂടി. അതായത് മിലിറ്ററിയുടെ ശക്തി വളരെയേറെ വർദ്ധിച്ചു. ഞങ്ങൾ ഒന്നിനും അവകാശവാദം ഉന്നയിക്കില്ല. കാരണം മിലിറ്ററിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അറ്റോമിക് എക്സ്പ്ലോഷൻ അടൽജിയുടെ ഭരണസമയത്താണ് നടന്നത്. 98-ൽ 74-ലും നടന്നു. 74-ൽ ഇന്ത്യ പറയുന്നതിന് മുമ്പ് തന്നെ റൂസ് അമേരിക്ക അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 98-ൽ ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കയ്ക്ക് അറിയില്ലായിരുന്നു. 74-ൽ അല്ലല്ല ഞങ്ങൾ പീസിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. 98-ൽ പറഞ്ഞു പീസിന് വേണ്ടിയല്ല, വി ആർ ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്ന്. നമ്മളെ ന്യൂക്ലിയർ സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്തു. മോദിജി വന്നതോടുകൂടി മിലിറ്ററിയുടെ ശക്തി വർദ്ധിച്ചു. ന്യൂക്ലിയർ സബ്മറൈൻ, ന്യൂക്ലിയർ മിസൈൽസ്, പിന്നെ ജലം, ഭൂമി, ആകാശം 3ഉം ഒരുമിച്ച് ചേർത്ത് ന്യൂക്ലിയറുമായി എംപവേർഡ് ചെയ്തു. അതിനുശേഷം മിലിറ്ററിയുടെ ശക്തി അറിയാൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വീണ്ടും ഞാൻ പറയാണ്, അവർ യാസിം മാലിക്കിനെ വിളിച്ച് ഗവർണർ ഓഫീസിൽ വെച്ച് അനുമോദിച്ചു. അയാളുടെ പേരിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൊന്ന കുറ്റാരോപണമുണ്ട്. പക്ഷേ മോദിജി ആരെ വിളിച്ചത്? 2015-ൽ വീർ അബ്ദുൽ ഹമീദ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ 50-ാം ആണ്ട് അനുസ്മരണ യോഗത്തിൽ പത്നിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു വരുത്തി അനുമോദിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് സൈനികരെ അനുമോദിക്കേണ്ടത്. അതല്ല, ഇവരെന്താണ് പറയുക? സീറോ ടോളറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് സൈന്യത്തിനെതിരെ നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞത് സീറോ ടോളറൻസ് ഓൺ ടെറർ. അവരുടെ പീരീഡിൽ ധൈര്യമില്ലാത്ത ഗവൺമെന്റും കൈബന്ധിച്ച മിലിറ്ററിയുമായിരുന്നു. ഇന്ന് ജീവനുള്ള ഗവൺമെന്റും സ്വാതന്ത്ര്യമുള്ള പട്ടാളവുമാണ്. ഒരാൾക്ക് ചോദ്യം ചോദിക്കും. പാകിസ്ഥാനിലുള്ളവരൊക്കെ ഇതിനെ ജിഹാദ് എന്നാണ് വിളിക്കുന്നത്. അവർ തോറ്റതിനു ശേഷവും അവരുടെ ചീഫ് ആർ മുനീർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സംഭവിച്ച വിജയമാണെന്നാണ്. ഇതിൽ ഇസ്ലാം എവിടുന്നാ വന്നത്? ഇതാണ് തമാശയായിട്ടുള്ള കാര്യം. ബ്രദർഹുഡിലൂടെ വന്നതാ. പക്ഷെ 25 വർഷം ഒരുമിച്ച് കഴിയാൻ പറ്റിയില്ല. ബംഗ്ലാദേശിൽ ചെന്ന് ആക്രമിച്ചത് ആരാണ്? ആ സമയത്ത് പാകിസ്ഥാൻ തന്നെയല്ലേ? ജനറൽ ടിക്കെ ആയിരുന്നു. അദ്ദേഹം മുസ്ലിമല്ലേ? ആൻഡ് ദി സെയിം ഇറ്റ് വാസ് ഹൂ വാസ് സെയിംഡ് ആസ് ഫ്യൂച്ചർ ഓഫ് ബംഗ്ലാദേശ്. 73-ൽ ബലൂചിസ്ഥാനിൽ ചെന്ന് അദ്ദേഹം ഇതാണ് ചെയ്തത്. ഹി വാസ് കോൾഡ് ബൂച്ചർ ഓഫ് ബലൂചിസ്ഥാൻ. ഇന്ന് ഹേബർ ബക്തുൻവാവിൽ താലിബാൻ ആർക്കെതിരെയാണ് പോരാടുന്നത്? ശരി, വിട്ടേക്കൂ, ഇത് ഒരുപക്ഷെ ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും പെഷാവർ മസ്ജിദിൽ ബോംബ് ബ്ലാസ്റ്റ് എങ്ങനെയാ ഉണ്ടായത്? റാവൽപിണ്ടിയിൽ ബ്ലാസ്റ്റ് എങ്ങനെയാ ഉണ്ടായത്? അവിടെ 100% മുസ്ലിംസ് അല്ലേ? അതുകൊണ്ട് ഇതൊരു റെക്കേഡാണ്. നമ്മളിത് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്നു. ഇപ്പൊ ഇത് തകർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇതാണ് തെളിവ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയെ എല്ലാ രീതിയിലും താഴ്ത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മതപരമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടുകാണും, നിങ്ങൾ നിറയെ ഫുട്ടേജസ് നിങ്ങൾ കണ്ടുകാണും. സോ അവരുടെ മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പലതവണ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ എത്ര തവണ പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ആരും പറഞ്ഞില്ല. സോ ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ലൈറ്റൻ നോട്ടിൽ പറയുകയാണെങ്കിൽ അവരുടെ അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ല ഇതെല്ലാം സംഭവിച്ചതെന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ കരുണ കൊണ്ടാണ് സംഭവിച്ചത്, ചൈനയുടെ കരുണ കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് പാകിസ്ഥാനിലെ ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. വിദേശത്ത് വെച്ച് പാകിസ്ഥാനിലെ ഒരു നേതാവിനെ ഞാൻ കണ്ടുമുട്ടി. ചർച്ചയ്ക്കിടയിൽ ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു? വിഭജനത്തിന് ശേഷമുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് നഷ്ടമായിരുന്നോ അതോ നേട്ടമായിരുന്നോ? പാകിസ്ഥാന്റെ ഇന്റലിജൻസ് എന്താണ് കരുതുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? പാകിസ്ഥാന്റെ ഇന്റലിജൻസ് പറഞ്ഞത് പറയൂ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവര് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ 47-ൽ എന്താ നടന്നത്? ആൻഡ് നൗ മാർക്ക് ദ വേൾഡ്. അദ്ദേഹം പറഞ്ഞു 47-ന് മുമ്പ് നമ്മുടെ പവർ സെന്റർ എവിടെയാന്ന് വെച്ചാ ലണ്ടൻ ആയിരുന്നു, പിന്നെ വാഷിംഗ്ടൺ ആയി, ഇപ്പോ ബീജിംഗ് ആയി.
അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ്. വാസ ആസിഫ് മുതൽ ഇപ്പോ ജനറൽ മുഷറഫ് വരെ വി വർ ഡൂയിങ് ദ ഡേർട്ടി വർക്ക് ഓഫ് വെസ്റ്റേൺ കൺട്രീസ്. അതായത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു രാജ്യം പിച്ചയെടുക്കുമ്പോൾ ആ രാജ്യത്തോട് ട്രേഡിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കൺട്രീസും ചെന്ന് അവരുടെ കയ്യിലുള്ള ബാക്കി മിനറൽസും കൂടി വാങ്ങണം. ചൈന സീ ബാക്കപ്സ് ഫുള്ളായി കയ്യേറി കഴിഞ്ഞു. അതായത് ഞാൻ പറയുന്നത്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുത്തൻ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ नंगा नहाएगा क्या और निचोड़ेगा क्या. പക്ഷേ ചിലരൊക്കെ അവന്റെ രക്തം ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ന് ഇതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന പേരിലാണ് തുടങ്ങിയത്. जब से बना है पाकिस्तान, पाकिस्तान के मुसलमानों का नुकसान है नुकसान.